ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയതയ്ക്കെതിരെ സമരം ശക്തമാക്കുമെന്ന് SDPI നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സോയിൽ നെയിലിംഗ് പദ്ധതി നിർത്തണമെന്നും കരാർ കമ്പനി ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുകയാണെന്നും നേതാക്കൾ ആരോപിച്ചു. 100% വിജയം ഉറപ്പു നൽകുന്നു. ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ. നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ. മഹാരാജാസ് കോളേജ്, പച്ചക്കറിമുക്ക്, മേപ്പയിൽ, വടകര. ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയത കാരണം വടകര മേഖലയിലെ ജനങ്ങൾ ഏറെ ദുരിതമനുഭവിക്കുകയാണെന്നും ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുകയാണ് കരാർ കമ്പനി ചെയ്യുന്നതെന്നും ഇതിനെതിരെ സമരം ശക്തമാക്കുമെന്നും SDPI നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സർവീസ് റോഡിന്റെ വീതി കുറവും കുഴികളും കാരണം ഏറെ അപകടമാണ് ദിനംപ്രതി നടക്കുന്നത്. ഇത് പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും പല സ്ഥലങ്ങളിലും നിർമ്മിച്ചു പരാജയപ്പെട്ട സോയിൽ നെയിലിംഗ് പദ്ധതി ഉപേക്ഷിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. അഴിയൂർ മുതൽ മൂരാട് പാലം വരെയുള്ള മേഖലയിലെ ദേശീയപാതയിൽ ഗതാഗത കുരുക്കില്ലാത്ത വിധം സർവീസ് റോഡുകൾ പുനർനിർമ്മിക്കണമെന്നും SDPI ആവശ്യപ്പെട്ടു. വടകര മേഖലയിലെ ജനങ്ങൾ ഏറെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടത്. എല്ലാ നിലയിലും ജനങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ ജനങ്ങളുടെ സുഖത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വേണ്ടിയിട്ടാണ് ഈ റോഡ് നിർമ്മാണം എന്ന് പറയുന്നതെങ്കിലും വളരെ അധികം സങ്കടകരമായ വാർത്തകളാണ് ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കരാറെടുത്ത കമ്പനി മറ്റെങ്ങുമില്ലാത്ത വിധം ദുരിതം ജനങ്ങൾക്ക് വിധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കുഴികളുടെ എണ്ണം എടുത്താൽ അതിൽ നല്ലത് ആകാശത്തിലെ നക്ഷത്രങ്ങളാണെന്നാണ്. അത്രയും വലിയ വലിയ കുണ്ടുകൾ, 2 വീലർ അതിലേക്ക് കിണറിലേക്ക് പതിക്കുന്നത് പോലെയാണ് അതിലേക്ക് പതിക്കുകയും നിരവധി പേർ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് വികലാംഗരാകുകയും മറ്റു പല വിധത്തിലുള്ള ദുരിതം അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും യാതൊരു കൂസലുമില്ലാതെ കരാർ കമ്പനി അവരുടെ അശാസ്ത്രീയ നിർമ്മാണവുമായി മുമ്പോട്ട് പോകുന്ന ഒരു ദയനീയ കാഴ്ചയാണ് നമുക്കിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇവിടെ അശാസ്ത്രീയമാണെന്ന് തെളിഞ്ഞ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും അശാസ്ത്രീയമാണെന്ന് തെളിഞ്ഞ സോയിൽ നെയിലിംഗ് നിർമ്മാണം. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് കാസർഗോഡ് വലിയ സോയിൽ നിർമ്മാണത്തിൻ്റെ മതിൽ ഇടിഞ്ഞു വീണത്. നമ്മളൊക്കെ ചാനലിലൊക്കെ കണ്ടതാണ്. അതേ നിർമ്മാണം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ വടകര മണ്ഡലത്തിലെ 3 ഭാഗത്ത് മുക്കാളിയിലും മടപ്പള്ളിയിലും മൂരാടും ഇടിഞ്ഞ് നിർമ്മാണം നടക്കുമ്പോൾ തന്നെ ജനങ്ങൾ ആശങ്ക അറിയിച്ചെങ്കിലും അത് വലിയ ടെക്നോളജി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളുടെ കണ്ണ് പൊടിയിട്ടു. പക്ഷേ നല്ല ശക്തമായ മഴയോടുകൂടി ഇടിഞ്ഞു വീണു. ആ ഇടിഞ്ഞു വീണെടുത്തുന്ന ഒരു തരി മണ്ണ് പോലും നീക്കാതെയാണ് ഇപ്പോൾ അവർ വീണ്ടും വടകരയിൽ നിർമ്മാണവുമായി മുമ്പോട്ട് പോകുന്നത്. ഇതാണ് യഥാർത്ഥ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ മാത്രമല്ല, ഞങ്ങൾക്ക് തോന്നുന്നത് പോലെ ചെയ്യും എന്നുള്ള തരത്തിൽ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. ഇത് കൃത്യമായി ചോദ്യം ചെയ്യേണ്ട വിഷയമാണ്. കാരണം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണെടുത്ത് സ്വാഭാവികമായി നമുക്കറിയാം അവിടുത്തെ മണ്ണ് നീക്കുക, അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളെ ആശങ്ക പരിഹരിക്കുക, അവിടുത്തെ ബദൽ സംവിധാനം ഒരുക്കുക. അത് കാണിച്ചതിന് ശേഷമല്ലേ വേറൊരു സ്ഥലത്ത് നിർമ്മാണം നടക്കേണ്ടത്. അതുപോലും ചെയ്യാതെ ധാർഷ്ട്യത്തോടു കൂടി ഇവിടെ പഴങ്കാവ് ഭാഗത്ത് നിർമ്മാണം നമുക്കറിയാം അതുമായിട്ട് മുമ്പോട്ട് പോയത്. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.